ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ മണ്ഡലമായ പാലക്കാടെത്താൻ നീക്കം തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നാളെ പാലക്കാടെത്താനാണ് രാഹുലിനെയും അനുകൂലിക്കുന്നവരുടെയും തീരുമാനം. രാഹുലിന് മണ്ഡലത്തിൽ വരാൻ ഒരു വിലക്കുമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താൻ യാതൊരു നിയമ തടസ്സവുമില്ല. തടസ്സമുണ്ടെങ്കിൽ സ്പീക്കറാണ് പറയേണ്ടത്. ഇതുവരെ ഇന്നുവരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം MLA എന്നുള്ള പദവി, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല. അദ്ദേഹം വരികയാണെങ്കിൽ അത് തടസ്സം ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല. ശ്രീകുമാരപുരങ്ങളും ചെയ്യുന്നു. ശ്രീത്, എന്തായാലും BJPയും DYFIയും പ്രതിഷേധിക്കും. അത് രാഹുലിനെ വഴിതടഞ്ഞുള്ള പ്രതിഷേധം ആലോചിക്കുന്നുണ്ടോ? ഏത് രീതിയിലാണ് അവരുടെ പ്രതിഷേധ ആലോചനകൾ? ശ്രീത്, BJPയും DYFIയും അവരുടെ കൂടിയാലോചനകൾ തുടരുകയാണ്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തും എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും VK ശ്രീകണ്ഠൻ MP പൂർണ്ണമായി അനുകൂലിക്കുകയാണ്. നമ്മളെല്ലാവരും ഞെട്ടിച്ചതാണ്. രാഹുലിനെ ഒരു ഘട്ടത്തിൽ പോലും അനുകൂലിക്കാത്ത VK ശ്രീകണ്ഠൻ കൃത്യമായ രീതിയിൽ രാഹുലിന് മണ്ഡലത്തിൽ വരാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇക്കാര്യത്തിൽ എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് നിലവിലുണ്ട്. എന്നാലും BJPയും DYFIയും കൃത്യമായ രീതിയിൽ അവരുടെ ആലോചനകൾ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റേതടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുമെന്നും തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മി, നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല ശ്രീജിത്ത്. എന്ന് പറഞ്ഞാൽ SFIയുടെ ഒരു ചെറിയ പ്രതിഷേധം, SFIയുടെയും SFI സാധാരണഗതിയിൽ പ്രതിഷേധം പ്ലാൻ ചെയ്ത് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ 10-15 പേർ വരുന്നൊരു പ്രതിഷേധമാവില്ല. അപ്പോൾ അത് SFIയുടെയും ഒരു പ്ലാൻഡ് പ്രതിഷേധമായിരുന്നില്ല. അതല്ലാതെ DYFIയുടെയോ CPMന്റെയോ മറ്റു പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് കാണാൻ കഴിഞ്ഞില്ല. സഭയ്ക്കകത്തുള്ള പ്രതിഷേധം അത് അന്ന് ചരമോപചാര ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായി ആ പ്രതിഷേധത്തിന് പരിമിതിയുണ്ട്. പക്ഷേ പുറത്തോ MLA ഹൗസിൽ എവിടെയും അങ്ങനെ വലിയ പ്രതിഷേധം കണ്ടില്ല. രാഹുൽ വന്ന് സഭയിൽ ഹാജരായി മടങ്ങിപ്പോയി. അതല്ലാതെ എന്താണ് ഒരു പ്രകടമായ പ്രതിഷേധത്തിന് CPM പദ്ധതിയിടുന്നുണ്ടോ, അല്ലെങ്കിൽ BJP പദ്ധതിയിടുന്നുണ്ടോ ശ്രീജിത്ത്? ഹാഷ്മി, അത് തിരുവനന്തപുരത്തെ പ്രതിഷേധമാണ്. പക്ഷേ അത് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് MLA ഓഫീസിലേക്കടക്കം വലിയ പ്രതിഷേധം BJPയുടെയും അതുപോലെ തന്നെ CPM DYFIയുടെയും ഭാഗത്തുനിന്ന് നടന്നിരുന്നു. സ്വാഭാവികമായി അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കേവലം സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധമായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് അവരെല്ലാവരും തന്നെ ഈ ഒരു ഘട്ടത്തിൽ പ്ലാൻ ചെയ്യുന്നത്. ഒരു അങ്ങനെ അങ്ങ് പുരുഷന്മാർ വന്ന് അടിച്ച് അല്ലെങ്കിൽ ഇടിച്ച് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയി ഒരു സഹതാപം ഉണ്ടാക്കാൻ രാഹുലിനെയോ അല്ലെങ്കിൽ ഷാഫി അനുകൂലികളെയോ സമ്മതിക്കില്ല എന്നാണ് BJPയും അതുപോലെ തന്നെ DYFIയും വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങും. അത് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ നമുക്ക് മുൻപ് തന്ന ബൈറ്റ് പോലെ അത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമാകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെയും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവരുടെയും പ്ലാൻ എങ്ങനെയാണ്? രാഹുലിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാനാണ്? ഏത് പരിപാടികളിലാണ് അവതരിപ്പിക്കുക? അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യുക തുടങ്ങിയ ഒരു പ്ലാൻ രാഹുൽ ക്യാമ്പിനുണ്ടോ ശ്രീജിത്ത്? അതായത് പ്രധാനമായും ഇന്നലെ കൃത്യമായ രീതിയിൽ അവരുടെ യോഗം അല്ലെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു കുഴപ്പവുമില്ല, മണ്ഡലത്തിലേക്ക് വന്നാൽ യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഒരു പരിപാടി പാലക്കാട് നടക്കുന്നുണ്ട്. അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ക്ഷണിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ DCCയും അതുപോലെ തന്നെ മറ്റു നേതാക്കളും ഇടപെട്ട് രാഹുലിനെ അതിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അഡ്വക്കേറ്റ് സോയ ജോസഫാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. അതല്ലാതെ മറ്റു തരത്തിൽ, അതായത് സാമുദായിക സംഘടനകളുടെ യോഗം, അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെയുള്ള യോഗത്തിലേക്ക് രാഹുലിനെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അത് എത്രത്തോളം വിജയപ്രദമാകുമെന്നാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട്, സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂർ പോയി രാത്രി സ്റ്റേ ചെയ്ത ശേഷം രാവിലെ പുലർച്ചെ പാലക്കാട്ടേക്ക് പോകാനാണ് പദ്ധതിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. BJPയും DYFIയും CPM അടക്കം പ്രതിഷേധങ്ങൾ പദ്ധതിയിടുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലുള്ള പദ്ധതി? നേരത്തെ ശ്രീകുമാരൻ പറഞ്ഞതുപോലെ ഒരു പ്രകടമായ പ്രതിഷേധമായി പോയി വലിയ അക്രമ സംഭവങ്ങളിലേക്ക് പോയി അത് സഹതാപതരംഗത്തിലേക്ക് വഴിമാറാതിരിക്കാൻ ശ്രദ്ധിക്കും എന്ന് BJP പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.